നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്ന് എന്ത് സംഭവിച്ചു നോക്കാം വിശദമായി. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. വെൽക്കം ടു 20th Hour. കേരളം ഞെട്ടിവിറച്ച കൊലപാതകം. സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസ്. മറക്കില്ല, മലയാളി ഉള്ളിടത്തോളം ഉത്രയെയും നീചമായി അവളെ സ്വത്തിനു വേണ്ടി കൊലപ്പെടുത്തിയ ഭർത്താവ് സൂരജിനെയും. ഇനി ഒരിക്കലും ഇത്തരമൊരു സംഭവം എവിടെയും കേൾക്കരുതേ, ഇനി ഒരു ഉത്രയുണ്ടാവരുതേ എന്ന് നമ്മൾ അന്ന് ആഗ്രഹിച്ചു. പക്ഷേ സമാന സംഭവം ആവർത്തിച്ചിരിക്കുന്നു. ഉത്ര മോഡൽ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് മുംബൈയിൽ നിന്നും വരുന്നത്. ഭാര്യയെ പാമ്പിനെ കൊന്ന് കടുപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഭർത്താവ്. മുംബൈയിലെ ബദലാപൂരിലാണ് സംഭവം. കൊലപാതകം നടന്ന 3 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുകയാണ് ഭർത്താവും പാമ്പാട്ടിയും 2 സുഹൃത്തുക്കളും. ഭർത്താവ് രൂപേഷ്, സുഹൃത്തുക്കളായ ഋഷികേഷ് ചാൽക്കെ, കുനാൽ ചൗധരി, പാമ്പാട്ടി ചേതൻ ദുദാനെ എന്നിവരാണ് അറസ്റ്റിലായത്. ബദലാപൂർ ഈസ്റ്റിലെ താമസക്കാരനായ രൂപേഷാണ് കൊലയാളി. 2022 ജൂലൈയിലാണ് നീരജ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ നീരജയ്ക്ക് പ്രായം 37 വയസ്സ് മാത്രം. ഈ മരണത്തിലൊരു അസ്വാഭാവികതയില്ല എന്നാണ് പോലീസ് അടക്കം എല്ലാവരും ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളിലെ വൈരുദ്ധ്യമാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. അവിടം മുതലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നീരജയുടേത് കൊലപാതകം തന്നെയെന്ന് അവിടം മുതൽ ഉറപ്പിച്ചു പോലീസ്. നീരജയെ രൂപേഷ് വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച രൂപേഷ് മാസങ്ങളായി അതിനുള്ള ആസൂത്രണം നടത്തിവരികയായിരുന്നു. പല വഴികളും ആ കൊടും ക്രിമിനൽ ആലോചിച്ചു. സുഹൃത്തുക്കളുടെ സഹായം തേടി. അങ്ങനെ ഒടുവിൽ അയാൾ വഴി കണ്ടെത്തി. അതെ, വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുക. അതിനായി ഒരു പാമ്പാട്ടിയായ ചേതൻ എന്നയാളെ സമീപിച്ചു. ഇയാൾക്ക് കുറേയധികം പണം നൽകി സ്വാധീനിച്ചു. ഫ്ളാറ്റിലെ കിടപ്പറയ്ക്കുള്ളിൽ വിഷപ്പാമ്പിനെ കയറ്റി നീരജയെ കൊലപ്പെടുത്തി. ഇയാളുടെ പ്ലാനിംഗ് എല്ലാം കീറുകൃത്യമായിരുന്നു. സംഭവം നടന്ന രാത്രിയിൽ ഫ്ളാറ്റിനുള്ളിൽ വെച്ച് നീരജയെ പാമ്പ് കടിച്ചെന്ന് വരുത്തി തീർത്തു. സുഹൃത്തുക്കളെയും എല്ലാറ്റിനുമൊപ്പം കൂട്ടി. ബന്ധുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ അങ്ങനെ തന്നെ വിശ്വസിപ്പിച്ചു. എന്നാൽ പോലീസിന് തോന്നിയ ഒരു സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ആ നരാധമന്റെ ക്രൂരത വെളിച്ചത്തു കൊണ്ടുവന്നത്. കേരളത്തിലെ ഉത്ര കൊലക്കേസ് അറിഞ്ഞിട്ടാണോ സമാന രീതി പ്രതികൾ തിരഞ്ഞെടുത്തത് എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതും അന്വേഷണ വിധേയമാക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം. ഇനിയും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇനിയും ഉത്രയും നീരജയും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ നരാധമന്മാർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാകണം. പകൽ പോലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലേ?
എന്ത് സുരക്ഷയാണ് ഇവിടെ സ്ത്രീകൾക്കുള്ളത്? ഹോസ്റ്റലിൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ലേ? തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി അതിക്രൂര പീഡനത്തിനിരയായ സംഭവത്തിന്റെ ഞെട്ടൽ നമ്മൾ മലയാളികൾക്ക് മാറിയിട്ടില്ല. ഇതാ സമാനമായ സംഭവം കണ്ണൂരിലും ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ തലശ്ശേരിയിലെ ഹോസ്റ്റലിൽ യുവതിക്ക് നേരെ അക്രമശ്രമം. മുഹമ്മദ് അജ്മൽ എന്ന യുവാവ് പിടിയിലായിരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രതി അതിക്രമിച്ചു കടന്നു. യുവതിയെ കടന്നുപിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഓർക്കേണ്ടത് ഇന്ന് ഉച്ചയ്ക്ക് പട്ടാപ്പകൽ സംഭവിച്ച കാര്യമെന്നുള്ളതാണ്. വിവരം ലഭിച്ചയുടൻ പോലീസ് പാഞ്ഞെത്തി. പക്ഷെ അപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് പ്രതിക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി. നാടെങ്ങും വല വിരിച്ചു. പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ആ ദൃശ്യമാണ് പ്രതിയുടേത്. ഇയാൾക്കായി ഉള്ള CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും പ്രതിയുടെ ഈ ചിത്രം വാട്സാപ്പ് ഗ്രൂപ്പുകൾ അടക്കം വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു പോലീസ്. അത് അന്വേഷണത്തെ സഹായിച്ചു എന്ന് തന്നെ പറയണം. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തലശ്ശേരി നാരങ്ങാപ്പുറത്തുള്ള മറ്റൊരു വീട്ടിലും പ്രതി കയറിയെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. പോലീസ് സംഘം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി പ്രതിക്കായി തിരച്ചിൽ നടത്തി. വൈകുന്നേരം 6:10 തലശ്ശേരി സദാനന്ദ പൈ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോലീസ് അതിസാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പാനൂർ പാറാട് പുത്തൂർ ക്ലബിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് അജ്മൽ എന്ന യുവാവാണ് പിടിയിലായത്. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പരാതിക്കാരിയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ബലാത്സംഗം, കവർച്ച എന്നിവയുൾപ്പെടെ 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് എന്നതാണ്. സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച ചോദ്യമാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് മുൻപിൽ വീണ്ടും വീണ്ടും നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഈ നാട്ടിൽ സ്ത്രീകൾ ഹോസ്റ്റലിലും വീട്ടിൽ പോലും സുരക്ഷിതരല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവങ്ങൾ. വയസ്സുകാരനായ മകനെ 11 തവണ കുത്തി. രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ ആശുപത്രിയിലേക്ക് ഓടി. കൊടും കുറ്റവാളിയായ അമ്മയ്ക്ക് ശിക്ഷയില്ല. ഇംഗ്ലണ്ടിലാണ് ഈ സംഭവം. ജൂൺ 10 മെയ്ഡൻ ഹെഡിലെ ഡൺഹോം എൻഡിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 വയസ്സുകാരൻ അഗസ്ത്യ ഹെഗിഷ്തെ. ആ പിഞ്ചു കുഞ്ഞിനെ കഴുത്തിൽ 11 തവണ കുത്തിയാണ് അമ്മ ആകാംക്ഷ കൊലപ്പെടുത്തിയത്. വീണ്ടും പറയുന്നു, 11 തവണ കുത്തിയാണ് ആ അമ്മ ആ 4 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മകന്റെ മൃതദേഹം കുളിമുറിയിൽ വയ്ക്കുകയും പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വൈകിട്ട് 6 മണിയോടെയായിരിക്കും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ആകാംക്ഷ ബസ്സിൽ യാത്ര ചെയ്ത് സെന്റ് മാർക്ക് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെത്തി. താൻ മകനെ കൊന്നുവെന്ന് ഡോക്ടർമാരോട് ആ അമ്മ വെളിപ്പെടുത്തി. അപ്പോഴാണ് ഈ കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത്.
മകനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് കടുത്ത ശിക്ഷ വിധിക്കും കോടതിയെന്ന് പ്രതീക്ഷിച്ചിടത്ത് സംഭവിച്ചത് മറ്റൊന്നാണ്. ഇന്ത്യൻ വംശജയായ ആകാംക്ഷ ആദിവാരിക്കറിന് ശിക്ഷയില്ല. പകരം മാനസിക രോഗത്തിന് ചികിത്സ നൽകാൻ കോടതി ഉത്തരവിട്ടു. കൃത്യം ചെയ്യുമ്പോൾ പ്രതിക്ക് മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടിരുന്നുവെന്ന് സൈക്യാട്രിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീഡിംഗ് ക്രൗൺ കോടതിയുടെ ഈ വിധി. കുറ്റകൃത്യത്തിന് യുക്തിസഹമായ ഉദ്ദേശമൊന്നുമില്ല. മാനസിക വിഭ്രാന്തിയാണ് ഈ അമ്മയെ കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. അതിനാൽ നിങ്ങൾക്ക് ചികിത്സയാണ് ആവശ്യം, ശിക്ഷയല്ല. ഇങ്ങനെയായിരുന്നു കോടതി വിധി. IT ജീവനക്കാരനായ ഭർത്താവ് കോടതിയിൽ ആകാംക്ഷയ്ക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. UK കുടിയേറുന്നതിന് മുൻപ് മുംബൈയിൽ ദന്തരോഗ വിദഗ്ധയായി ജോലി ചെയ്തിരുന്ന ആകാംക്ഷ മെയ് മാസത്തിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ തുടർന്ന് രാജിവെക്കുകയായിരുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ പ്രകടനത്തെ ബാധിച്ചിരുന്നു എന്ന് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഇയാൻ കോയ്മാൻ കോടതിയെ അറിയിച്ചു. ഇന്ത്യയിൽ വെച്ച് തന്നെ പ്രതിക്ക് ബൈപോളാർ ഡിസോർഡർ കണ്ടെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും ആ പ്രതിയെ, ആ കുഞ്ഞിനെ 11 കുത്തുകുത്തി കൊലപ്പെടുത്തിയ ആ അമ്മയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നേരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് സിഡ്നിയിലുണ്ടായ വെടിവെപ്പ്. ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെ ബൂണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ 16 പേർ. സിഡ്നിയിലെ പ്രധാന വിനോദ കേന്ദ്രമാണ് പ്രശസ്തമായ ബോണ്ടി ബീച്ച്. സംഭവം നടന്നത് ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിന്റെ 8ാം ദിവസം. ഫെസ്റ്റിവലിന്റെ തുടക്കമായതിനാൽ ബോണ്ടി ബീച്ചിൽ 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്നിരുന്നു. വൈകുന്നേരം ഏകദേശം 6:30 ആയിട്ടുണ്ടാകും. പെട്ടെന്നാണ് വെടിവെപ്പുണ്ടായത്. അക്രമികൾ തുടരെ 50-ലധികം വെടിയുതിർത്തു. കുട്ടികളെയും വയോധികരെയും പോലും വെറുതെ വിട്ടില്ല. സാധാരണക്കാരായ 16 മനുഷ്യർ പിടഞ്ഞു വീണു. 29-ലേറെ പേർക്ക് പരിക്കേറ്റു. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? അവർ എന്തിനിത് ചെയ്തു? അച്ഛനും മകനുമായ സാജിദ് അക്രം, നവീദ് അക്രം എന്നിവരാണ് അക്രമികളെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും ചേർന്ന് നടത്തിയ ഭീകരാക്രമണമാണിതെന്ന് ഓസ്ട്രേലിയൻ അധികൃതർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ പ്രതികൾ ഈ ക്രൂരത ചെയ്തതെന്നാണ്. അതിന് പ്രാഥമികമായി ലഭിക്കുന്ന ഉത്തരം അതിങ്ങനെയാണ്: ജൂതമത വിദ്വേഷമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന നിഗമനം. അക്രമികളിൽ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്നു എന്നും രണ്ടാമത്തെയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് 50-കാരനായ പ്രതിയായ പിതാവിനെയാണ് പോലീസ് വെടിവെച്ചു കൊലപ്പെടുത്തിയത്. പ്രതിയായ 24-കാരനായ മകൻ ആശുപത്രിയിലെന്നാണ് സൂചന. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായ ഗുരുതര ഭീകരാക്രമണം എന്നാണ് സംഭവത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്.
ഈ അക്രമം നടക്കുന്ന സമയത്ത് അക്രമികളെ വെറും കൈയോടെ ധീരതയോടെ നേരിട്ടയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. സിഡ്നിയിൽ പഴക്കച്ചവടം നടത്തുന്ന അഹമ്മദ് അൽ അഹമ്മദാണ് അക്രമിയെ നേരിട്ടത്. 43-കാരനായ അഹമ്മദിന് 2 തവണ വെടിയേറ്റിരുന്നു. എന്നിട്ടും തളരാതെ അക്രമികളെ കീഴ്പ്പെടുത്തിയ അഹമ്മദിനെ ഹീറോയായി കാണുകയാണ് സിഡ്നി ജനത ഇപ്പോൾ. അഹമ്മദ് ഇപ്പോൾ സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഹമ്മദ് പ്രതിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങളൊന്ന് കാണാം. Oh mon gros! Oh mais il y a son pote, il va se faire tirer dessus. Il est trop con le mec qui a l'arme. Oh l'enculé, il a pris une deuxième arme. En gros, il a récupéré l'arme du mec qui... Tu sais, il l'avait pris dans sa main là. Il y en a un deuxième, là. Ils sont tous les deux sur le bouge. Oui, j'ai vu. കാറുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ശേഷമാണ് അക്രമികളുടെ അടുത്തേക്ക് ഓടി വന്ന അഹമ്മദ് അക്രമിയുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുകയും തോക്ക് തട്ടിയെടുക്കുകയും ചെയ്തത്. തുടർന്ന് തോക്ക് അക്രമിക്ക് നേരെ ചൂണ്ടുകയും ചെയ്യുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇത്തരത്തിൽ ആ വലിയ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റയ്ക്ക് പൊരുതിയ ഒരാളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. കണ്ണൂർ പഴയങ്ങാടിയിൽ +2 വിദ്യാർത്ഥികളെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ കേസ്. കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപകൻ പുതിയങ്ങാടി സ്വദേശി ലിജോ ജോണിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. ഈ മാസം 5-നാണ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ട്രെയിനി അധ്യാപകനായ ലിജോയും വിനോദയാത്ര പോയത്. വിനോദയാത്രയ്ക്കിടെ വിദ്യാർത്ഥികളും ഈ അധ്യാപകനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. യാത്രയ്ക്കിടെ ലിജോ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് തർക്കം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ ഇത് പരാതിപ്പെട്ടതിലെ വൈരാഗ്യമാണ് അധ്യാപകനെ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രശ്നം പറഞ്ഞു തീർക്കാൻ എന്ന പേരിൽ അധ്യാപകൻ ലിജോ ജോൺ വിദ്യാർത്ഥികളെ പഴയങ്ങാടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് അധ്യാപകനും സുഹൃത്തുക്കളും ചേർന്ന് വളഞ്ഞിട്ടടിച്ചെന്നാണ് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. പഴയങ്ങാടിയിലേക്ക് പോയി. ഇപ്പം മാഷിനെ കുറച്ചങ്ങാട് നിൽക്കാൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ചങ്ങാട് അധികം നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നേരം മാഷ് വന്നാണ്. ഒരു സുഹൃത്തുണ്ടായി വേണ്ടി അപ്പം 3 പീസ് പോകാൻ കഴിഞ്ഞു. നമ്മൾ 2 ആളെ നിർത്തിയിട്ട് ഇങ്ങനെ മാത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചു എന്താ ഭാഷ വരാത്ത അങ്ങനെ എന്താക്കി ചോദിച്ചു. പറഞ്ഞു ഇല്ലടെ വീടിൻ്റെ ഇങ്ങോട്ട് ഞാൻ വണ്ടി അയക്കാറ്. രണ്ടാമത് സുഹൃത്ത് ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് നമ്മളെ 2 ആളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവനാടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് തീർന്നു. നമുക്ക് മനസ്സിലായി ഇതാകാൻ തുടങ്ങി. പിന്നെ ആളെ പറയുന്നില്ല അടിക്കും. അതുപോലെ അടി അടിച്ച് നമ്മളെ മട്ട കഷ്ണം ഉണ്ടായി. മട്ട കഷ്ണം പിന്നെ മുളവടി പോലത്തെ വലിയ വടി, മരത്തിൻ്റെ ഒരു വടിയല്ലേ നല്ല പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ടായി തോന്നറിയില്ല.
അതിനെ കൊണ്ട് അടിച്ചു. ഒന്നും തിരിയുന്നില്ല, ഇരുട്ടാണ്ടേ നല്ല അടി അടിച്ചു. പക്ഷെ നമുക്ക് മുഖം കറക്റ്റ് അറിയാം, 4 ആളെ മുഖം കറക്റ്റ് കണ്ടി. എത്ര പേരുണ്ട്? 4 ആള്. മാസം കൂട്ടി 4 ആള്. ലാസ്റ്റ് ഒരാൾ വന്നില്ല, അയാളെ കുറച്ച് തീർത്ത് വിട്ടോ പറഞ്ഞു. നല്ല അടി അടിച്ചിന്. അതിനെല്ലാം ഇങ്ങനെ പിടിച്ച് ബോക്സിങ് അടിച്ചു. പട്ടികൾ അങ്ങനെ കുത്തുത്തി അന്ന മട്ടക്കഷ്ണം വെച്ചിട്ട് മുഖത്തടിച്ചു. മൂക്കിൻ്റെ സ്കൂളിൽ അധ്യാപകരാ വന്നു. ഒരു കാര്യം അറിയേയില്ല. തങ്ങളെ 4 പേർ ചേർന്ന് ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും വടിയുപയോഗിച്ച് അടിച്ചെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറഞ്ഞു. മർദ്ദനമേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്ന് വീട്ടുകാരാണ് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം.